വെൽക്കം ടു അവർ ചാനൽ. ഹായ് ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡ്രസ് എടുക്കാൻ പോവാ, അല്ല നോക്കാൻ പോവാ. അപ്പൊ ഇന്ന് ഷൈലന്റെ ഓരോ അടികൾ കാണാം. നിങ്ങൾക്ക് ആവുന്നില്ല, അതുണ്ടാവും, പാടുന്നു ഒക്കെ ഉണ്ടാവും. അടിയോട് അടിയാവും. ഷൈല ഫുൾ അടിയാവും. ഷൈലന്റെ അടുക്കടി അപ്പോൾ അടുക്ക ഉത്സവമാണെന്ന്, നമ്മുടെ നാട്ടിൽ ഉത്സവം. പ്ലീസ് സ്റ്റാർട്ടിങ് എല്ലാവർക്കും ഒരു മന്ദപ്പാണ്, പക്ഷേ ഒക്കെ റെഡി ആവും. അതിന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ കിളി പോകുമ്പോ എന്തിന് നമ്മള് പറയില്ലല്ലോ. നിർത്തി ആണിപോക്ക് തുടങ്ങി ഓരോരുത്തർക്ക്. ആണി പോകില്ല, അത് വർത്താനല്ലേ പറയുന്നത്. ആ നല്ല ആളാണ്, പോകാത്ത ആളാണ് ഈ ബാക്കിൽ ഇരിക്കുന്നത്. തട്ടം ശരിയാക്കി കുത്തിറക്കാണ്. ആണി പോകില്ല, ആണിന്റെ തല പോവുള്ളൂ. ആണിക്കിന്റെ ചുറ്റി കൊണ്ട് അടിക്കാൻ പറ്റില്ല വളയിന്. എന്നാ മാതിരി ഉമ്മച്ചിക്ക് വളയില്. നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കും. ഞാൻ കാര്യം അറിഞ്ഞിട്ടല്ലേ മുപ്പത്തേര് പറയാൻ സംസാരിക്കുന്നത്. ഒരു മൈക്കോടെ ഉപ്പച്ചിനെടുത്താ ഒരു വൈക്കിന്റെ അടുത്ത് മുപ്പത്തേര് കൈ മടക്കി പിടിച്ചിരിക്കുക. പോവണ്ട വെച്ചിട്ട് ഷായില് എന്താ ഇപ്പഴല്ല ഇപ്പച്ചിന്റെ കിളി എപ്പോഴാ പോലെ ഡ്രസ്സൊക്കെ എടുക്കാതെ പെരേക്ക് വരുമ്പോ അതിന് വേറെ സംഭവം ഉണ്ട്. ഷായിലൊന്നും ഓൾറെഡി പറഞ്ഞു ഡ്രസ്സ് എടുക്കാനല്ല നോക്കാനാണ് അല്ലേ. അപ്പൊ പച്ചിക്ക് ഇളിയാനുള്ള അവകാശം ഇല്ലല്ലോ. ഇപ്പൊ എടുക്കണാണ് ഒന്നാമത്. നോമ്പ് 10 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് സ്പീഡിൽ എടുക്കാനുള്ള അപ്പൊ ഇനി ഫസ്റ്റ് എന്താ പറയും, ലാസ്റ്റിക്ക് എന്നാ മതി. ലാസ്റ്റിക്ക് എന്നാ പുതിയ അതിന് വേറെ ഒന്നുണ്ട്. സാധാരണ നമ്മള് ഓരോ അങ്ങനെ തന്നെ, കടക്കാരങ്ങനെ തന്നെ തീർന്നു പോയി. കാരണം എന്താന്ന് പറയോ, ഒരാ ഇന്നലെ കൂടി ഉണ്ടെന്ന്. അതല്ല ഫസ്റ്റ് പോയ ആദ്യത്തെ മോഡൽ ഉണ്ടാവും. എന്താ എങ്ങനെ പറഞ്ഞു കടക്കാര് ഇന്നലെ വരെ നല്ല മോഡൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇന്നലെ ഇറക്കിയിട്ട് ഒരു ലോഡ് സാധനം ഒക്കെ തീർന്നു. ഹലോ, ആ ചെട്ടിപ്പിടിക്കാ സാധനം നമ്മൾ ഇറക്കാൻ പോണതാണ്. ഈ സാനൂന്റെ വാട്ടിലൊക്കെ അയ്യോന്ന് ആരും പറഞ്ഞു. അത് അപ്പളാ എനിക്ക് അനുഭവം. ഓള് ഉണ്ടായിപ്പാണ്, ഓള് പറയാൻ പറ്റില്ല. ഓള് ചിലപ്പോ മാറ്റിട്ടുണ്ടാവില്ല. ഓളെന്താ ഇപ്പൊ ആ ഇറങ്ങിയോ നോക്കിണ്ട്. അപ്പൊ ഓള് ഇപ്പൊ മാറ്റുണ്ടാവുള്ളൂ. അപ്പൊ ഇറങ്ങി വെച്ചാ ഇറങ്ങിയില്ല. ഇനി ചായ എടുക്കാൻ പോണ്ടി വരും. വേറെ ഫുള്ള് മറവിയാണ്, കുഞ്ഞാവന്റെ പോലെ. ഇന്ന് നേരത്തെ കാലത്ത് ഡ്രസ് ഞാൻ ചോദിക്കണതല്ല. ഡ്രസ് നമുക്ക് 3 കൂട്ട് കിട്ടിയിട്ടില്ലേ? പിന്നെന്തിനാ എടുക്കണേ? പിന്നെന്തിനാ എനിക്കൊന്ന് ഉമ്മച്ചിക്കൊന്ന് ഒന്നല്ല 3 കൂട്ട് കിട്ടിയറിയുമ്പോ ഒരാൾക്ക് 3 കൂട്ടല്ലോ. ഭയങ്കര കണക്ക് മുപ്പത്തേര്. പിന്നെ ഇപ്പൊ നമ്മൾ ഇട്ട ഡ്രസ് അതന്നെ പെരുന്നാക്ക് ഇടല്. അതിന് അല്ല, നിങ്ങക്ക് 3 ഡ്രസ് പുതിയ കിട്ടിയില്ലേ? പിന്നെ നിങ്ങക്ക് പിന്നെന്തിനു വേറെ ഡ്രസ്? പെരുന്നാക്ക് ഡ്രസ് എടുക്കല് ഓരല്ലല്ലോ. മറ്റേ എന്താ അല്ല ഇപ്പച്ചി ഓള് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊളത്തിങ്ങോണ്ട് നിൽക്കുന്ന ടൈമിലാണ് ലൂമിയർ ദി ഫാഷൻ ഹബ് 1 ഷായിലിന്റെ കള്ളിനെ പറ്റിയാണ് എല്ലാവർക്കും പറിച്ചില്. ഷായിലിന്റെ അൾമാറ മൈക്കോടമ്മ അത് പൊത്തി വെച്ചിട്ട് കാര്യം. അവിടെ വെച്ചോടത്തടി അത് പോയി കഴിഞ്ഞ പഠിച്ചാലേ ഞാൻ പൊട്ടിക്കും.
അങ്ങനെയല്ലേ വേണ്ട. യുദ്ധം ഇവിടെ നടക്കും. എവിടുത്തെ യുദ്ധം? അങ്ങനെയല്ലേ വേണ്ടെന്ന്. അത് ശരി. വേണ്ടെന്ന് ഒരിക്കലും പറയരുത്. എന്ത് ഡ്രസ്സാ? ആ ഞാൻ വേണ്ടാന്ന്. ചിലപ്പോ വേണ്ട. ഒരിക്കലും വേണ്ടാന്ന് പറയരുത്. വേണം 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 എന്ന് പറയും. അപ്പൊ മേടിക്കാതെ ഞാനിപ്പോ നിങ്ങളെ കാര്യം ആലോചിക്കണേ. നിങ്ങളിപ്പോ നിങ്ങക്ക് ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങക്ക് പിന്നെയും ഡ്രസ്സ് ഇതാപ്പൊ കഥ. ഓള് പറഞ്ഞെന്താ അറിയോ? ഓലല്ലല്ലോ പെരുന്നാള് ഡ്രസ് എടുത്തത്. ഓളെ മാപ്പിള എടുത്ത് കൊടുക്കണോ അങ്ങനെ മനസ്സിലായാ? അതാണ് ഓള് ഉദ്ദേശിച്ചത്. പെരുന്നാക്ക് ഓളക്ക് മാപ്പിള എടുത്ത് കൊടുക്കണം. നിനക്ക് ബർത്ത്ഡേക്ക് ഷൂ തരാറില്ല. ഇപ്പൊ എടുത്തെന്നാണ് ഷൂ പറ്റാട്ടോ പറയുള്ളേ. അല്ല ഈ ബർത്ത്ഡേക്ക് ഷൂ എടുത്തരാറുണ്ട്. അത് ഇപ്പൊ എടുത്തെന്നാളാ അത് പെരുന്നാക്ക് എടുത്തെന്നാളാ. ബർത്ത്ഡേക്ക് പിന്നെ അപ്പൊ വരുമ്പോ പിന്നെ എനിക്ക് നല്ല സുഖം നിങ്ങള് പാടത്ത് പണിയെടുക്കുന്ന ഷൂ ഉണ്ടല്ലോ വലിയ, അതാണ് എനിക്ക് നല്ലത്. സാൽമോളെ കൂട്ടിട്ട് ബാക്കി കാണാം. സാൽമോളെ കൂട്ടാൻ പോവാണ്. അപ്പൊ കഴിഞ്ഞിട്ട് കാണാം. ദുബായിക്കൊക്കെയാണ് ഓർഡർ. അതൊന്ന് കൺഫേം ആക്കി. അത് വേറെ ആണ്. നല്ല ക്രോസ് ആക്കി എടുത്തില്ലല്ലോ. അത് മോനെ അത് മോനെ ഒരു മുസല്ല 2 ഖുറാൻ അല്ല ഒരു ഖുറാൻ മാർക്കർ തസ്ബീഹ് നിസ്കാര കുപ്പായം തോന്നി. നിങ്ങള് സാനുവിന്റെ വീട്ടിലെത്തി ആദ്യമോനൊക്കെ എടുത്ത് പോവാണ്. ചെമ്മാടിന്ന് പയറാക്കാനുള്ളതാണ് അതിന്റെ ഫസ്റ്റ് വരുന്നത്. മെല്ലെ എടുത്താ മതി. എന്തിനാ ഈ പറക്കണത്? എന്തിനാ പറക്കണ ഇവിടുന്നൊക്കെ? ഹലോ ഗൈസ്, നമ്മൾ ആദ്യമോന്റെ ഫസ്റ്റ് പെരുന്നാളാണ്. അടിച്ചു പൊളിക്കണം അല്ലേ നമുക്ക് ഇന്ന്? പിന്നെ കച്ചു പൊളിച്ചണ്ടേ അല്ലേ? അത് സേ പറഞ്ഞു കൊടുത്താ നമ്മള് ഫസ്റ്റ് പെരുന്നാളാണ്. നമ്മള് അടിപൊളിയാക്കും തന്നെ, പയറാക്കും തന്നെ. നമ്മളെന്താ പറഞ്ഞത്? അവിടുന്ന് എന്തൊക്കെയാ പറഞ്ഞു? സാധനം കൊണ്ട് സാധനം മാറ്റൂല. അന്നെ പറ്റി കുറ്റം പറയാനേ കുഞ്ഞാവാ. സാധനം വെറുതെ അങ്ങനെ അറിയാണ്. സാധനം ഇങ്ങനെയൊക്കെ ഈ വിളിച്ചോ സാധനം മാറ്റാൻ പോവാണ്. ആരാ പറഞ്ഞു? അപ്പൊ ഓള് നമ്മള് ഇറങ്ങിയ ആ സമയം കണക്കൂട്ടും. നാത്തൂനടി അടിക്കട്ടെ. കുഞ്ഞാവ് ക്ലാസ് നോക്കണ്ട. ഫുള്ളടി കണക്കൂട്ടു. എന്ത് ഇതല്ലേ കുത്തിത്തിരിപ്പ്? നാത്തൂൻ കുത്തിത്തിരിപ്പ്. നാത്തൂന്റെ കുത്തിത്തിരിപ്പ്. ഞാനല്ല, ഓള് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഓള് അങ്ങനെ ഒരിക്കലും പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും പറഞ്ഞേ AC ഇടുമ്പോഴാ തന്നെ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ചെമ്മാട്ടങ്ങാടിയിൽ എത്തിയിട്ട് നമുക്ക് നോക്കാം ഇന്നത്തെ അവിടുത്തെ എന്റർടൈൻമെന്റ്. ഷായിലന്റെ ഡ്രസ്സ് നോക്കിയാൽ, സാനുവിന്റെ ഡ്രസ്സ് നോക്കിയാൽ, ഇമ്മേച്ചിന്റെ ഇന്ന് എടുക്കുക അള്ളാഹ്ക്കറിയാം. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ 4 കിലോമീറ്റർ നമുക്ക് അങ്ങോട്ട് ഓടിയിട്ട് നോക്കാം ബാക്കി. ഓക്കെ.
റെഡ് ലൈറ്റ് ഓഫാക്ക ആരാന്ന് ഓഫാക്കല് അതും നമുക്ക് ഓഫാക്കാൻ പറ്റില്ല അറിയില്ല. പിന്നെ വണ്ടി ഡ്രൈവറായ പിന്നെ എല്ലാ പണി എടുക്കുക. നമ്മളെ ഡ്രൈവറാണ്. ഞാൻ മോനെ തരാനാണ്. മോനെ വിഷയേ വീഡിയോ നല്ല കുറവായിട്ട് നിക്കണ ഉമ്മച്ചി കുറവായിട്ട് നിക്കണ ഉമ്മച്ചി മറ്റേ ഷൈനട്ടിന്റെ മുഖം മറിക്കണേ. ഉമ്മച്ചി ഫുള്ള് ഷൈനാണ്. ഇന്നെ കാണുന്നുണ്ടോ? അഞ്ചി നോക്കിക്കോളി. പെട്ടെന്ന് എടുത്തൂടി അടുത്ത പടി വീഡിയോ കയറാനുള്ള. ഇന്നെടുക്കോ? ഇന്നെടുക്കോ? എന്താ ഉമ്മച്ചി ഫുള്ളില്ലേ? ഉമ്മച്ചി ഫുള്ള് ആറ്റിറ്റ്യൂഡിൽ ഇട്ടിട്ട് അങ്ങനെ ആ വീടാണ് പോയി വിളിച്ചിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പച്ചി കൊറേ വലിയ ഇതിൽ ഇരിക്കണ്ട്. നമുക്ക് വല്ല പോവാ ഉമ്മച്ചിയെ വരി ഉമ്മ വരിപ്പോ. ആരാപ്പത്തി പറയണേ തന്നെ ചതിക്കൂടെ മൈക്കോടെ നല്ല പോലെ ഇവിടെ വെച്ചാൽ മതി. ഇതില് പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് വീഡിയോ ഓഫായിട്ട് നമുക്ക് പറയാം. കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇതില് പറഞ്ഞാൽ അത് ഇതായി പോകും. പക്ഷെ ഇത് ഫസ്റ്റത്തെ വീഡിയോ കഴിഞ്ഞിട്ടോ. ഇനി ലാസ്റ്റ് കഴിഞ്ഞ് ഇനിയിപ്പോ ഇതൊക്കെ എല്ലാം ലാസ്റ്റ് നമ്മള് ഈ ഷോപ്പൊക്കെ തന്നെ ആയിരിക്കും ചോദിച്ചു തരാം. സ്റ്റാഫോ അല്ലെങ്കിൽ പെൺകുട്ടികളാ? ശരി. എന്താ പറയാനുള്ളത്? എന്ത് പറയാണ്ടല്ലോ? കട്ട് ചെയ്യാം. ഇപ്പൊ ഇന്ന് അർത്ഥം എപ്പോഴാ അവസാനിക്കാന്നുള്ള ഒരു കൊടുത്തുമില്ല. മൈക്കോട്ടെ. ഇന്ന് എല്ലാവർക്കും കുറച്ച് കലോറി കുറയ്ക്ക. ഇവിടെ ഇപ്പൊ 2 ഉള്ളൂ. ചെമ്മാട്ടങ്ങാടിയിൽ കോഴിക്കോട് പോയാലോ? ഇപ്പൊ വെച്ച് പോണോ? കോഴിക്കോടാണോ? കോഴിക്കോട് പോണോ? അറിയില്ല. വാ ഇവിടെ നമ്മളെ ചെക്കന്മാരുണ്ടോക്കട്ടെ. നമ്മളെ ചെക്കന്മാരതിലുണ്ടോക്കെ. വാ ഇരിക്കാന്നല്ലാതെ ഉണ്ട്. അത് അമ്മ മറ്റോണ്ട് തലൊക്കെ അല്ല നമ്മളെ മറ്റോണ്ടല്ലേ. ബാക്കിയുള്ള ടീംസ് ഒന്നും ഇജാ വരണ്ടേ? വലിച്ചിട്ടോടാ. വലിയ തിരക്കായി പോയി. പ്ലാൻ ചെയ്ത് വന്ന വലിച്ചിടാ. ഒരു നേരത്തെ കാലത്ത് വന്ന ആയില്ലേ? അന്ന് വേണ്ടേന് പിന്നെ മറ്റൊന്നുമില്ല. പിന്നെ ട്രോഫി ഇട്ട പിന്നെ വേറൊന്നും വേണ്ട. ഡയലോഗ് പെരിന്നിറങ്ങുമ്പോ എങ്ങനത്താണ് ഡയലോഗിലൊരു കുറവുണ്ടല്ലോ. ഇവിടെ വന്നാല് അപ്പുറത്ത് കൊച്ചി പോയി നിൽക്കും. ഷോർട്ട് ഹൈയും വീടൊക്കെ ഉണ്ട്. അപ്പുറത്തേക്ക് ഹലോ ഇങ്ങോട്ട് എങ്ങടെ മുങ്ങനെ ഇങ്ങോട്ട് ഇവിടെ ജോലിക്ക് പോയിക്കൊണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇത് അമ്മായിട്ട് പിന്നെ ഇങ്ങനെ നടക്കുക. അതുമോൻ പറയല്ലേ ഉമ്മല്ലേ മക്കൾക്ക് 2 സെലക്ട് ചെയ്തേ. അതിനുള്ള പൊറപ്പാ
ഇമ്മാണ് ശരിക്കും മക്കൾക്ക് 2 പെൺകുട്ടികൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണ്ടേ. ഇമ്മ പിന്നെ കൊറേ അപ്പുറം പോയിട്ട് എന്താ കാര്യമില്ല, ഒരു കാര്യമില്ല. സെറ്റ് കൊടുക്കും സാധനം. അത് നോക്കാം. ഞാനോ ഒരു മൈസൂറാണ് ഒരു വയസ്സൊപ്പം പാവാട അത് ഇതിനെന്താ പറയാ കോഡ് സെറ്റ്. എനിക്ക് കാണണ്ട എന്റെ അമ്മയ്ക്ക് എടുക്കുന്നൊരു കിട്ടില്ലേ? അതെന്താ ട്രയലൊക്കെ നിങ്ങൾ രണ്ടാളും ഒരേ ഡിസൈനിൽ സെപ്പറേറ്റ് കളറാ? അതാ പ്ലാന്? ഡിസൈൻ ഒരേ ഡിസൈനിൽ സെപ്പറേറ്റ് കളറാ? അത് രസമുണ്ടാവും. യൂട്യൂബ് പോയിട്ട് ഇന്നറിനോട് ഗ്യാപ്പ് ഇട്ടാ മതി. ആ കളറ് വേണ്ട മുത്തേ. എടാ ഇതിന്റെ വേറെ കളറുകള് ഈ എടുത്ത ഇതിന്റെ എന്തോ പറയുന്നുണ്ട് നോക്കി രസമുണ്ട്. അതിന് ബ്ലാക്കാ സാധനങ്ങൾക്ക് ബ്ലാക്ക് ഉണ്ട്. ആ ബ്ലാക്ക് ഉണ്ട് രസമുണ്ടേ. ഓൾറെഡി ഇവിടുന്ന് തന്നെ നടത്തില്ലേ ബ്ലാക്ക് ലൈൻസ് തന്നെ. ഇതിന്റെ വേറെ കളറില്ല. ഇതാണോ പൊട്ടിക്കാളൊക്കെ പൊട്ടിക്കാളെ ചെങ്ങായേ. ഹാപ്പിയാ ഡാ വിളിക്കൂല ബ്രൗണും അത് വൃത്തിയുണ്ടല്ലോ. അത് രണ്ടും ഇട്ടെന്നാ? അത് രണ്ടോ ഇട്ടെന്നാ കിട്ടോ? ഫുൾ സൈസ് സെറ്റ് വരുന്ന? ഓ അങ്ങനല്ലേ. കുയില് വിളിക്കുന്നു. നിൽക്കൂല. സന്ദർഭത്തിൽ എന്ത് പറയുന്നത്? ഓരിപ്പോ ഡ്രസ് ഇത് എടുക്കോ എടുക്കോ ഇങ്ങനെ 100% ഉറപ്പാ. അപ്പൊ നമ്മള് മിഷൻ സക്സസ് ആവും, അല്ലെങ്കിൽ പോയി. ഇനി നാളെ വേണ്ടിയൊരു മറ്റന്നാൾ വരുന്നുണ്ട്. മറ്റന്നാൾ വേണ്ടി വരും. എടുക്കുന്ന ഉറപ്പ് ഇപ്പൊ ഓരോ എടുക്കോ? എനിക്ക് വലിയ ഉറപ്പില്ല, പറയാൻ പറ്റൂല ഇനി എങ്ങനെയാണ്. നമ്മള് ചെക്കൻ പോണേ ഡിമാൻഡ് ഉണ്ടല്ലോ. കാണട്ടോ ഓരെടുക്കോ ഇല്ലെന്നുള്ളത് നോക്കാം നമുക്ക്. ഓരെടുത്താൽ നമ്മള് നേരെ പെരേ പോകും, വലിയ വീതി ചമ്മട്ടൊക്കെ അടി കറങ്ങി കിടക്കും. അത്ര ഉണ്ടാവുള്ളൂ. ഒരു വീതി കോഴിക്കോടേക്ക് നാളെ പോണ്ടി വരും. അടിച്ചോൻ തരാം. അതോ ഊരെടുക്ക എൻ്റെ മെച്ചെടുക്കോ? എൻ്റെ മെച്ചെടുക്കോ? എൻ്റെ മെച്ചെടുക്കോ? എൻ്റെ മെച്ചെടുക്കോ? എൻ്റെ അമ്മായി എടുക്കോ? നോക്കാം നമുക്ക്. ഓരെടുക്കൊന്ന് കാത്തിരുന്ന് കാണാം ഗൈസ്. ആവേശത്തിന്റെ എടുക്കല്ലേ? സാഹചര്യം നോക്കിട്ട് എടുക്ക. എനിക്ക് തോന്നുന്നു സാധനം എടുക്കുള്ളൂ. പക്ഷെ ഷാജന്റെ ഫോൺ ഇതാ പോക്കത്തുണ്ട്. അപ്പൊ നോക്കാം നമുക്ക്. ഒരു വരുമ്പോ നമുക്ക് നോക്കട്ടോ. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റത്തെ ഡ്രസ് ട്രയലിൽ തന്നെ സാധനം എടുത്ത്. അതിന് വേറെ രഹസ്യമുണ്ട്. അത് പെട്ടെന്ന് എടുക്കാൻ വേറെ രഹസ്യമുണ്ട്, പറയാൻ പറ്റില്ല അല്ലേ? വേറെ ഡിസൈൻ നോക്ക്. വേറെ നോക്കി, നമ്മളെ ഒഴിവാക്കി വേറെ നോക്കി. ഭയങ്കര അതിന് ബ്ലാക്കിൽ നോക്ക. ഇവനെ അറിയണ ഒരു കമന്റ് ഇടുക.
കുറച്ചറിയില്ലേ എന്താ റാത്തല്ലേ ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഷായിലേക്ക് ഫസ്റ്റ് സാധനം തന്നെ ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ ഇല്ലാണ്ടായി പോയി. ഇന്ന് സാധനോട് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ ചടപ്പിച്ചോണ്ട് അത് ഒഴിവായി. നിങ്ങൾ ചടിപ്പിച്ചില്ലെങ്കിൽ അടുത്തിന് ഞാനോട് ബോട്ടില്ല. നേരത്തെ ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ. അതിന് കാൽമുള്ള പൊടിയൊക്കെ ഒഴിവാക്കി കൊടുക്കണം. ഓനോട് പോവാറാണ് ഓനോട് ഒന്ന് എന്തേലും പറ. എന്ത് പറയാനാ മോനെ, ഇന്നിപ്പോ എന്താ പറയാ, നമ്മളവിടെ 36 കളിച്ചിരുന്നാരും സാധനം 36 കളിച്ച് ലാസ്റ്റ് ഒന്ന് ഓക്കെ ആയിരുന്നു. ഓക്കെ ആയത് ലാസ്റ്റ് എന്ത് ഇപ്പച്ചി നൈസായിട്ട് ഓളെ ഊക്കി അതിൽ ഓളെ കയ്യിൽ നിന്ന് പോയി. ഉമ്മക്കുള്ളതിന് നാളെ വൈകുന്നേരം നാളെ നിനക്കാക്കൊന്ന് മാറ്റിക്കാൻ ഇത് എനിക്ക് ഇട്ടിട്ട് ഇത് കിട്ടിട്ട് എന്തോ പോലെ ഉണ്ട്. ഒരാൾ ചടപ്പിച്ചായി. ആരെങ്കിലും ഒരാൾ ഞാൻ മോനെ നോക്കിയോളൂ. ഈ നോക്കിയോ കൊണ്ടോ നമ്മൾ പുറത്ത് കിടക്കാം. നമ്മൾ പുറത്ത് പോവാം. കുഞ്ഞാക്ക് ഉപ്പിലിട്ട് വേണോ പോവേ? നിനക്ക് വേണോ? ഉപ്പിലിട്ട് അനക്ക് ഉപ്പിലിട്ട് വേണമെങ്കിൽ പോയി തിന്നാ. ഇങ്ങോട്ടേക്ക് അത് മോനി എന്റെ മെച്ചിക്ക് പിരാന്ത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് തൂക്കല്, പ്രാവശ്യം വന്ന് തൂക്കല്. എന്തുകൊണ്ട് നമ്മള് വരുന്നേ? അവിടെ നാഫി, നമ്മളെ ചെക്കൻ നാഫിയിലുണ്ട് നമ്മള് വരുന്നത്. ചെക്ക അവിടെ ഉണ്ടായിട്ട് മാത്രം. ചെക്കനെ കൂടെ വേറെയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒക്കെ സ്കിപ്പായി. ഇവിടെ ഒറ്റ നിൽക്കുമല്ലോ കാണില്ല. ചെക്കന്മാരുള്ളതുകൊണ്ട് മാത്രം കണ്ട് കയറി. ഇല്ല അത് മോനെ അല്ല, കഴിഞ്ഞ പ്രാവശ്യങ്ങളില്ലല്ലോ. ഇപ്രാവശ്യം അടുത്ത പ്രാവശ്യം നമ്മൾ ഉണ്ടാവും അല്ലേ? അടുത്ത പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. നടന്നിട്ട് ചില്ലൊക്കെ പൊളിക്കാം കേട്ടോ. ക്ലിയർ ഉണ്ടോ? ഫേസ് ഉണ്ടോ? ഇപ്പൊ നോമ്പിന്റെ വ്ളോഗ് ഇടാത്ത വേറൊന്നും കൊണ്ടല്ല. കമന്റില് നിങ്ങളെല്ലാവരും പറഞ്ഞു ഡെയിലി തന്നെ കണ്ടിട്ട് ഭയങ്കര ബോറിങ് ആവുന്നുണ്ടെന്ന്. അതേപോലെ തന്നെ ഇട്ട അമ്മക്കും ഡെയിലി ബോറായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ എന്തെങ്കിലുമൊക്കെ രസമായിട്ട് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൺഫേം ആക്കി പറഞ്ഞു തരണം. എല്ലാവരും കമന്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. എന്തൊക്കെ വരണം അടിപൊളി. ഈ പറഞ്ഞോ? അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരിക. അപ്പൊ അതിനനുസരിച്ച് ഞാൻ പോയിട്ട് വരാം. ഓക്കെ. എന്റെ പെണ്ണുങ്ങള് ചായയിലെ സാധനം കൊണ്ടേ സാധനം എന്റെ പെണ്ണുങ്ങൾ എങ്ങനെ കളിയാക്കണ്ട. അവളെ ഫാൻസ് അസോസിയേഷൻസ് അങ്ങോട്ട് ഇളകി കഴിഞ്ഞാൽ അന്നെ കൊണ്ട് പിടിച്ചാൽ നിൽക്കാൻ കഴിയില്ല. കാട്ടാക്കാട് വരെ ടീമുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ ഗൈസ് അതാ എടുത്ത് എല്ലാരും പോണ്. ഇന്ന് ഷായിലന് ഞാൻ ഇങ്ങനെ ഇത് പിടി കുഞ്ഞാത്ത് പിടി. ഞാൻ ഇങ്ങനെ ആവട്ടെ. ഷായില മുത്ത ഷായില അടിപൊളിയാ. ഷായില എനിക്ക് ഉപ്പിലിട്ടാണോ? ഉപ്പിലിട്ട് വേണേ മേടിച്ചു തരാം. അത് വേണേ ഞാൻ ഉപ്പിലിട്ട് മേടിച്ചു തരാം. മാങ്ങ കണ്ട് ഓ വാവ ഒരാള് പറയട്ടാ. വാവച്ച് കോമഡി എന്ത് കേട്ടാ. അവിടെ എന്താ പെനോയിലല്ലോ, പെനോയില് കുറച്ച് തരട്ടെ, തൊള്ളേക്ക് വെച്ച് തരട്ടെ. അത്ര ബുദ്ധിയുള്ളൂ. എന്ത് ചെയ്യാനാ? അത്ഭുതമാണല്ലേ. വീഡിയോ എടുക്കണേ കുഴപ്പമില്ലല്ലോ. പെച്ചിക്കുള്ള മോര് സോഡ. മെച്ചിക്ക് എന്താ വേണ്ടമ്മാ? കുഞ്ഞാക്ക് എന്താ വേണ്ടേ? ഓളെ നോക്കിയതാണ്. ഷായിലൊക്കെ ഒന്നും തിന്നാറ്റില്ല.
നോക്കാം. എനിക്കെന്നാ ഞാൻ ബാധി ദൈവം ഞാൻ എന്താ ഇത് നോക്കിമാ സുഖമല്ലേ നിങ്ങളൊന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങൂല സാല് മാത്രം ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് നിങ്ങളാരും ഇറങ്ങൂല അത് അല്ല രസില്ല ഞാൻ ഉച്ചോട്ടെ പുസോടെ ഇട്ടണല്ലേ കുട്ടിയൊക്കെ പോകുന്നു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഡ്രസ് എടുത്ത് കൊയങ്ങി വരുമ്പോ നല്ല സ്പോട്ട് ഡ്രസ് എടുത്ത് കൊയങ്ങി പോകില്ല ഡ്രസ് എടുക്കാണ്ട് കൊയങ്ങി വരുമ്പോ അങ്ങനെ പറയട്ടോ എന്റെ വൈഫ് എടുത്ത് ഓ തങ്കമാണമേ എന്നത് തങ്കമാണവളെ അങ്ങനെ സോറി തങ്കമാണമേ മാറിപ്പോയതാ. എന്ത് തോന്നി എന്റെ കുട്ടിക്ക് എന്താ തോന്നി ഫസ്റ്റിൽ തന്നെ സാധനം എടുക്കാനുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു? ആദ്യം തന്നെ സാധനം എടുക്കണം എന്നുള്ള ആ ഒരു എന്തുമാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോ ഇഷ്ടപ്പെട്ട്. പക്ഷെ എനിക്ക് സാധാരണ ഗതിയിൽ ഒരു ഷോപ്പ് പോയാൽ മിനിമം ഒരു 4-5 ഡ്രസ്സെങ്കിലും മാറ്റി മറിച്ചിടാനുള്ള ഒരു പൂതി ഉണ്ടാവും. ഇന്നത് നടന്നില്ല. അതെന്താ അത് ഡ്രസ് നോക്കാനും തോന്നില്ല. പക്ഷെ ഇത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടിട്ട് ഫ്ലാറ്റ് ആയതാണോ അതോ വേറെ എടുക്കണം എന്നുള്ള ചെമ്മാട്ടങ്ങാടിയിലല്ലേ? അല്ല എന്റെ അത് പറഞ്ഞാണ്ടി ഇതാണ് സാധനം എടുത്തത് പറഞ്ഞാണ്ടി ലാസ്റ്റ് എടുത്ത ബ്ലാക്കും അതിന്റെ മുന്നത്തെ മെറൂണും മുന്നിരുന്ന് വീട് എടുക്കോ? തിരിഞ്ഞ തല എനിക്ക് അങ്ങനെ ഇരുന്നാ മാറി പൾബർ ഇനിയിപ്പോ വേണ്ട ചെമ്മാട്ടിക്ക് അങ്ങോട്ട് കയറാം. അവിടെ ചെറിയ ബേബിന്റെ ഡ്രസ് ഷോപ്പ് അവിടെ ഉണ്ട്. 1-2 ബേബി ഷോപ്പ് ഉണ്ട്. ബേബി സോപ്പ് അല്ല. എന്നാലും ഇപ്പൊ നിങ്ങളൊരു ഒറ്റടിക്കാണ് സാനുവിനെ നിലത്തിറക്കിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നിങ്ങൾ എല്ലാരും പറഞ്ഞ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഉള്ള ഞാൻ പറയല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു മോള് മോളോ എന്റെ ഫോൺ പെച്ചിന്റെ ഉണ്ട്. പെച്ചിന്റെ ഫോണിപ്പോ എല്ലാരും തിരിച്ചാണല്ലോ. എല്ലാരും ഫോൺ മോളോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു 5 ഡ്രസ് എടുത്തിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആദ്യമായിട്ടല്ല പറഞ്ഞത്. സാറിന് കാണില്ല ഇഷ്ടപ്പെടാത്ത അത് സൈസ് റെഡി ആവും. എന്തേ എന്തിന് അവിടെ സൈസ് റെഡി അവിടെ പാനോ കൈ ഫോൾഡ് ചെയ്ത് കൊടുത്താ മതി. ഞാൻ ചെയ്ത് കൊടുക്കാം. ഇത് പിടിക്കും. ഇത് പിടിക്കും. ഇത് പിടിച്ചോ. ഇത് പിടിച്ചാ അടിക്കട പൊട്ട പാൻറ്റോ ആ ബ്ലാക്ക് ഒന്നുകൂടെ ആരാവൂലേ? അതുമോന് ഇങ്ങനെ സൂപ്പർ ആയിക്കണല്ലോ.
അത് മതിയുടെ കളറ് സാധനം ഷർട്ടി കളർ മതി. ഷർട്ടി കളർ രസമുണ്ട്, നല്ല രസമുണ്ട് ഇല്ലേ? രണ്ട് ഫോൾഡ് ചെയ്ത് 2 ഫോൾഡ് ചെയ്ത് സാധനം 2 ഫോൾഡ് മതി തൽക്കാലം. നമുക്ക് ഡ്രസ് ചെയ്യുന്ന സമയത്തില്ലേ ബ്ലാക്ക് ഇത് വലിയ സൈസാ. ഇല്ലടി അതിന്റെ മേലെ കൂടെ ഇടാം. വലിയ കുട്ടിയില്ലേ? വലിയ കുട്ടീന്റെ മാതിരിണ്ട്. വലിയ കുട്ടിയായോ? അതുള്ളോണ്ടാണ് അതുപോലെ വീഡിയോ എടുക്കാൻ അങ്ങനെ ടൈം 8:30 വന്ന് നമ്മള് 11 മണിയായിക്കണേ. എന്നിട്ട് ഇവിടെ 2 ആൾക്കാർ അതിൽ ചായയിൽ ഞാൻ പ്രൗഡ് കേട്ടോ, പ്രൗഡ് മൂമെൻ്റാണ് എല്ലാവരും പ്രൗഡ് മൂമെൻ്റാണ്. എടുക്കുക ഇമ്മച്ചിക്കും സാധനം ഇന്ന് എടുക്കുകയോ ചെയ്യും. അതിൻ്റെ മോൻ കയറി എടുത്തേ അവസാന ഘട്ടത്തിലേക്ക് പോകും. അങ്ങനെ സാനുവിൻ്റെ ഡ്രസ്സും കൂടെ സെലക്ട് ആയി എന്ന് വിചാരിക്കുന്ന അവസാന ഘട്ടത്തിലേക്ക്. പിന്നെ ബാക്കിയുള്ള അവസാന ഘട്ടം വെച്ചിട്ട് മോൻ കിട്ടും കേട്ടോ, കിട്ടില്ല സാധനം അടിപൊളി. ഇൻഷാ അല്ലാ. എന്താണ് ഈ സുന്ദര മനോഹര നിമിഷത്തിൽ എന്താ പറയുക? ഇടക്കിടക്ക് വരണ്ട, ഉള്ള റെസ്പെക്ട് പോയി അങ്ങനെ രണ്ടും എടുക്കൂല, ഒന്നും എടുക്കുള്ളൂ. രണ്ടും സ്റ്റൈനാ. എനിക്കാണ് ഇഷ്ടമല്ല. യോയോ ലുക്ക് ഉണ്ട്. ഉള്ളേക്ക് വരില്ല. ഏതെടുത്തു പോവാ? അപ്പൊ സാധനം കിട്ടിയ സാധനം കിട്ടും. ഇത് മാറ്റിച്ചാൽ മതി, 2 ദിവസം കൊണ്ട് ഞാൻ വരുവാണ്. എനിക്ക് നേരെ ഇഷ്ടായത് എടുത്തോട്. എനിക്ക് ഷോളൊക്കെ ഇല്ലേ? ബ്രൗൺ അല്ല എന്റെ ഡ്രസ് ഇവിടെ അത് വേണ്ടേ നോക്കാന്? കാർ താഴത്തുണ്ട്. ആ കളറാ? അള്ളാന്റെ മുഖത്ത് കുത്തി, എന്നെ ചുറ്റുമണി കുത്തി, എന്നെ കകനെ കൂനങ്ങന്റെ അല്ലയോ ഇവിടെ അത്ര ഡാർക്ക് ഉള്ള എടുക്കണം. അല്ലയോ വേറൊരു ഷെയ്ഡ് അതല്ല എന്റെ കളറ്. അല്ല എനിക്കത് വേണ്ടി നോക്ക്. അങ്ങനത്തെ കളറൊന്നും കിട്ടൂലേ? ഇതുള്ളു കളറടാ. ബ്രൗണിലാണ് വേണ്ടിയത് സംഭവം. പക്ഷെ ബ്രൗൺ ആണ്. അതിന്റെ എടുക്കണം. ഒലിവ് ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് സാധനം 2 ഡ്രസ്സ് എടുത്തേ. അല്ല എനിക്കല്ല വൈറ്റ് ഇഷ്ടമില്ലാത്ത, പിന്നെ വൈറ്റ് എടുത്തേ. അത് വേറെ സംഭവം കേട്ടോ, ഇവിടുത്തെ ലൈറ്റിങ്ങിൽ ഇഷ്ടപ്പെട്ട മാതിരി ഉണ്ടാവില്ല കേട്ടോ. വീട്ടിൽ പോയാല് നല്ല രസം നമ്മൾ നേരിട്ട് കാണുമ്പോൾ സാധനയുടെ മുഖത്തടി മാറി. ബ്ലൂ സാധനം മൊയ്താക്കി തരട്ടെ. ഇത് പാന്റ് ബ്ലൂ അല്ല എടുക്കണം, അപ്പൊ ബ്ലൂ എടുക്കണം. പാന്റ് പറയുമ്പോ ബ്ലാക്ക് ഒക്കെ തല കേട്ട് മച്ചാ. എന്റെ കളർ ചേഞ്ച് മെച്ചക്ക് കിട്ടാണ്ടില്ലമ്മ. വിശേഷമായിക്കാനേട്ടമ്മ കാര്യം കേട്ടോ. സാനിയ ഞാൻ ഓളിന്റെ കളർ ചേഞ്ച് കാണിച്ചെടുത്തതാ.
ഇഷ്ടപ്പെട്ടു വൈറ്റ് എടുത്താൽ മതി ഓല് ഒളിപ്പിച്ചില്ലേ അയ്യോ ശാല എനിക്ക് ബ്ലാക്ക് എടുക്കണോ എന്നാല് ഞാൻ ഇട്ടോക്കട്ടെ. ടെൻഷനായി പോലെ ടെൻഷനായി. ഞാൻ ബ്ലാക്ക് എടുക്കാം. എനിക്ക് ഞാൻ അവിടെ എത്തിയിട്ട് മനം മാറുകയാണെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് ആ ഞാൻ ഇട്ടോക്കട്ടെ. ഞങ്ങൾക്ക് രണ്ടൊക്കെ ഒരേ പോലെ ആക്കാതെ. ഇത് ഇട്ടോക്കട്ടെ ആക്ക. അങ്ങനെ ഇത് ഇട്ടോക്കട്ടെ. അത് ഇട്ട് നോക്കി വാ. മേലാവും താഴെയില്ല. അതാക്കണം. അതാ ഉമ്മച്ചി അവിടെ പോയി നോക്കിമ്മ. അവിടെ പോയി നോക്കി ഡ്രസ്സ് പോയി നോക്കി. ഇങ്ങക്ക് ഇത് കൂടെ നോക്കി വാ കുഞ്ഞാ വാ ഇവിടെ വാ. വേറെ ടീമാണ്. ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇവര് 3-4 ഡ്രസ്സ് എടുത്ത് വലിയ ആദ്യമായിട്ട് തന്നെ സംഭവമായി. അപ്പോൾ അവിടെ നിൽക്കി. അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്ര ഉള്ളു വീഡിയോ. അപ്പോൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുന്ന വ്ളോഗ് എല്ലാവരും കാണുക. അതാണ് ശരിക്കും ഏറ്റവും കുറെ നടക്കുക. ആ തന്നെ ഞങ്ങൾ പോയൊരു പ്ലെയിൻ ഷർട്ട് എടുത്ത ഒരു പാൻറ് എടുത്ത് നമ്മളോട് പോരും എടുത്തിക്കണ്. ഇനിയിപ്പോ ഇല്ല എനിക്ക് ഷൂ എടുത്താൽ മതി. ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്റെ ഓർമ്മ വെച്ചിട്ട് ഡ്രസ് എടുക്കാൻ വന്നു. ഇന്ന് എടുക്കാൻ വന്ന ഇന്ന് തന്നെ കഴിച്ചിലായി. ഒരൊറ്റ ഇന്ന് ഇറങ്ങി ഇന്ന് തന്നെ കഴിച്ചിലായി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മക്കളെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പങ്കുവെക്കാം. ഇങ്ങക്കുണ്ടോ ഇങ്ങനത്തെ 3 ഗേൾസ് ഇങ്ങനെ ഒരു ഉമ്മ ഒരു മൂത്തച്ചി ഒരു പെങ്ങള് ഇങ്ങനെ എന്തെങ്കിലും പറയട്ടെ കമന്റ് ഇടി. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക. ബൈ ബൈ. സൂപ്പർ. ഇതൊരു ബൈ. ഓക്കെ ബൈ ബൈ.